നമസ്കാരം. സംവിധായകൻ രഞ്ജിത്തിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്തത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇടതുപക്ഷത്തോടൊപ്പം നടന്ന ഇടതുപക്ഷക്കാരനാണ് രഞ്ജിത്ത്. മുമ്പ് 2 പീഡന പരാതികൾ ഉയർന്നു വന്നപ്പോഴും രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരും പാർട്ടിയും സ്വീകരിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത്, പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ളയും മുതിർന്ന നേതാക്കളുടെ പാർട്ടി വിടലും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമൊക്കെയായി CPM മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിരോധത്തിലായിരിക്കുന്ന ഈ സമയത്ത് ഇടതുപക്ഷക്കാരനായ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതിന് 2 കാരണങ്ങളുണ്ടെന്നാണ് പാർട്ടിയിൽപ്പെട്ടവർ തന്നെ പറയുന്നത്. അതിലൊരു കാരണം മുഹമ്മദ് റിയാസും സജി ചെറിയാനുമായി രഞ്ജിത്തിനുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുടെ പകപോക്കലായിരുന്നുവത്രേ രഞ്ജിത്തിൻ്റെ അറസ്റ്റ്. കോഴിക്കോട്ടുകാരാണ് രഞ്ജിത്തും റിയാസും. പക്ഷേ രഞ്ജിത്തിൻ്റെ മാടമ്പിത്തരം പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മുഹമ്മദ് റിയാസിനും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം രഞ്ജിത്തിനെതിരെ ഉയർന്ന പീഡനാരോപണങ്ങളിൽ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന സജി ചെറിയാന് അസംതൃപ്തിയുണ്ടായിരുന്നു. എന്നു മാത്രമല്ല, അന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്ത് അക്കാദമി തന്നെ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ മദ്യപിച്ച് ലെക്കുകെട്ട് വന്നത് സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. ഇതൊക്കെ രഞ്ജിത്തും സജി ചെറിയാനുമായുള്ള ഉരസലിന് കാരണമായെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബഹിർസ്ഫുരണമാണ് രഞ്ജിത്തിൻ്റെ അറസ്റ്റെന്നും പറയുന്നു. അതിക്രമം നേരിട്ട നടി പരാതി കൊടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. സാധാരണ ഇത്തരമൊരു പരാതി കിട്ടിയാൽ, അതും ആരോപണ വിധേയനെതിരെ മുമ്പ് ഇത്തരം ഒന്നിലധികം പരാതികൾ ഉണ്ടായിരിക്കെ ഇത്തരമൊരു പരാതി കിട്ടിയാൽ എത്രയും വേഗം നടപടി എടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ അതുണ്ടായില്ല. പകരം 4 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അതിജീവിതയുടെ മൊഴിയെടുത്തപ്പോൾ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയത് കൊണ്ടാണത്രേ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് എന്നാണ് പോലീസിന്റെ ന്യായം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ഇത് സ്ഫോടന കേസും വിഗ്രഹമോഷണ കേസും ഒന്നും അല്ലല്ലോ. ഒരുപക്ഷെ രാജ്യത്ത് കേരളത്തിൽ മാത്രമായിരിക്കും പീഡന കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്നപ്പോഴും ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ആ പ്രത്യേക അന്വേഷണ സംഘമാണ് ആദ്യത്തെ കേസിൽ രാഹുലിനെ ലോകം മുഴുവൻ ടോടിച്ചത്. ആ കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടി. പിന്നീട് അതിസാഹസികമായി പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്ന് നട്ടപ്പാതിരയ്ക്ക് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് അതുപോലെയായിരുന്നു രഞ്ജിത്തിൻ്റെ അറസ്റ്റും. ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഇടുക്കിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രഞ്ജിത്ത് സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടായിരുന്നു? പരാതി കിട്ടിയപ്പോൾ തന്നെ വേണമെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താമായിരുന്നു. നമ്മുടെ സർക്കാരല്ലേ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നെങ്കിലും ഈ കേസിൽ നിന്നുകൂടി തന്നെ ഊരിയെടുക്കാനുള്ള ശേഷി പിണറായി സർക്കാരിനുണ്ടെന്ന് കരുതുന്ന രഞ്ജിത്ത് രണ്ടാമതൊന്നും ആലോചിക്കാതെ സ്റ്റേഷനിലേക്ക് വന്നു കയറിയേനെ. അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി പൊക്കാമായിരുന്നു. അതും ഉണ്ടായില്ല. CPM SDPI ബന്ധം, പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണന്റെ കൂടുതൽ വെളിപ്പെടുത്തൽ, കാരണഭൂതനെ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചെയ്തത്, അതിൻ്റെ പേരിലുള്ള നാണക്കേട്, ഈ വിഷയങ്ങളെല്ലാം കത്തി നിൽക്കുമ്പോഴാണ് രഞ്ജിത്തിനെ പൊക്കിയത്. സ്വാഭാവികമായും സർക്കാരോ പാർട്ടിയോ പ്രതിരോധത്തിലാകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം കുപ്പിയിൽ നിന്ന് തുറന്നുവിടുന്ന ഭൂതത്തെ പോലെ ഉയർന്നു വരാറുണ്ട് കേരളത്തിൽ. അങ്ങനെ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളെ മറയ്ക്കാനായിരുന്നെങ്കിൽ ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും കിട്ടുന്ന മറ്റാരെയെങ്കിലും ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അതുണ്ടായില്ല. രഞ്ജിത്തിനെ തന്നെ അറസ്റ്റ് ചെയ്തു. എന്ന് മാത്രമല്ല, അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ രഞ്ജിത്ത് രക്ഷപ്പെടാനായി പാർട്ടിയിലെ പലരെയും വിളിച്ചത്രേ. പക്ഷേ എല്ലാവരും കൈയൊഴിഞ്ഞു. ഇവിടെയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നിൽ റിയാസിൻ്റെയോ സജി ചെറിയാൻ്റെയോ പകയുണ്ടെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നിപ്പോകുന്നത്. കൂടുതൽ അങ്ങോട്ട് ഏൽക്കില്ലെങ്കിലും ഞങ്ങൾ സ്ത്രീപക്ഷത്താണ് എന്ന വാദം തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരിക്കൽ കൂടി ഉയർത്താമെന്നും കരുതുന്നുണ്ടാകും. എന്തെങ്കിലും ചോദിച്ചാൽ എനക്കറിയില്ല എന്നുത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട് ഇവിടെ, പിണറായി വിജയൻ. അദ്ദേഹം പറയുന്നത് ഈ പരാതിയെക്കുറിച്ച് തനിക്ക് അറിയുകയേയില്ല എന്നാണ്. സർക്കാർ ഇരയോടൊപ്പം എന്നാണ് മന്ത്രി സജി ചെറിയാനും പറയുന്നത്. മുമ്പ് 2 പീഡന പരാതികൾ ഉണ്ടായപ്പോഴും സർക്കാർ വേട്ടക്കാരനായ രഞ്ജിത്തിനോടൊപ്പമായിരുന്നു. 2 പീഡന കേസുകളിലെ പ്രതിയായ വേടനുമായും പല മന്ത്രിമാരും വേദി പങ്കിട്ടു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകി. എന്തിന്? വേടന്റെ കല്യാണത്തിന്റെ തീയതി പോലും പ്രഖ്യാപിച്ചത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. പീഡനക്കേസിൽപ്പെട്ട ഇടത് സഹയാത്രികൻ PT കുഞ്ഞുമുഹമ്മദിനെ സംരക്ഷിച്ചു. പീഡനക്കേസിലെ പ്രതിയായ മുകേഷിനെ സംരക്ഷിച്ചു. സ്വന്തം ഭാര്യയുടെ പരാതി പോലും പരിഗണിക്കാതെ ഗണേഷ് കുമാറിനെയും സംരക്ഷിച്ചു. എന്നിട്ടും ഉളുപ്പില്ലാതെ പറയുന്നു സർക്കാർ ഇരയോടൊപ്പമെന്ന്. കഷ്ടം. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും 1 പിഴച്ചാൽ 3 എന്നാണ്. 1ഉം 2ഉം പിഴച്ചു. 3ആം വട്ടം രഞ്ജിത്ത് അകത്തായി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ എന്തിനാണ് രഞ്ജിത്തിനെ ഇപ്പോൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്തത്?